എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാനല്ല, പല യൂട്യൂബേഴ്സ് ഇട്ട ഒരു കണ്ടന്റ് ആണ് സജ്ജന ഫിറോസ് അവരുടെ ഡിവോഴ്സും റസൂൽ പൂക്കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തിയായിട്ട് കടന്നു വന്ന ആ സംഭവമൊക്കെ. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് എല്ലാവരും വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മെയിൻ യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് സജ്ജന വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ടോട്ടലി പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരത്തി ഇപ്പൊ പറയുന്നത് ഇത് മുഴുവൻ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു അവതരണം പുള്ളിക്കാരി അവതരിപ്പിച്ചേ ചങ്കുപോയി. നിങ്ങളൊന്ന് ഓർക്കണം, ഞങ്ങൾക്ക് മക്കളുള്ളതാണ്. നാളെ ഒരിക്കൽ ഞാനും ഫിറോസൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തി വന്നതുകൊണ്ടല്ല ഞങ്ങൾ വേർപിരിഞ്ഞതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ശരി, അവർ തമ്മിൽ തീരുമാനിച്ച് രണ്ടുപേർക്കൂടെ യോജിപ്പില്ലാത്തതുകൊണ്ട് വേർപിരിയാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യം നോക്കും രണ്ടുപേരും, ഇങ്ങനെയൊക്കെ അവർ അന്ന് പറഞ്ഞു. അന്ന് അവരത് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കിന് എല്ലാവരും പറഞ്ഞു റീച്ചിന് വേണ്ടി ഇടുന്ന ഒരു കണ്ടന്റ് എന്നുള്ള രീതി വരെയും പറഞ്ഞു. കാരണം ഇവർ രണ്ടുപേരോട് തീരുമാനം എടുത്ത് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാതൃകയായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ ഇങ്ങനെ മൂന്നാമതൊരു വ്യക്തി വന്നിട്ടാണ് ഞങ്ങളെ അവിഹിതം, അതേ ഉള്ളു, അവിഹിതം വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ മക്കളത് കാണില്ല, മക്കൾക്കത് പ്രശ്നമാണ്. അപ്പൊ സജ്ജനയ്ക്ക് അത് നൊന്തു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പോ നൊന്തു. നാളെ മക്കള് വലുതായി നേർക്ക് നേരെ നിൽക്കുമ്പോ നിന്റെ അച്ഛന്റെ കൂടെ കഴിയുമ്പോ തന്നെ അമ്മ വേറെ അവിഹിതത്തിന് പോയിട്ടല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞെന്ന് ഫ്രണ്ട്സ് ആരെയും ചോദിച്ചാലോ ആ പിള്ളേർക്ക് അതൊരു നാണക്കേടാണ്. അതാണ് സത്യം. അത് സജ്ജനയ്ക്ക് ബോധമുണ്ട്. അത് വന്നപ്പോ ബോധമുണ്ട്. ഇന്നലെ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ വീഡിയോ ചെയ്തപ്പം അതിന് ബോധമുണ്ട്. പക്ഷെ എല്ലാ കാര്യം പോലെയല്ല, ഈ ഒരു വിഷയത്തിൽ യൂട്യൂബേഴ്സിനൊന്നും സ്വന്തമായിട്ട് എടുത്ത് കണ്ടുപിടിച്ചിടാനൊന്നും സാധിച്ചിട്ടില്ല. ഇവര് ഫിറോസും സജ്ജനെയും മാത്രം കൊണ്ടേ സോഷ്യൽ മീഡിയയിൽ ഇട്ട സംഭവം കിട്ടിയിട്ടുള്ളൂ. കാരണം കാലങ്ങളായിട്ട് ഫിറോസ് റസൂൽ പൂക്കുട്ടിക്കെതിരെ വീഡിയോ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ജനം വിചാരിച്ചത് ഇയാളെപ്പോഴും ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയുണ്ട്. കാരണം മമ്മൂട്ടി ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഇങ്ങേർക്കൊരു നല്ല ഷർട്ട് കൊടുത്തില്ലെന്നോ അങ്ങനെ പറഞ്ഞൊരു വിവാദം ഓർക്കുന്നില്ലേ. മമ്മൂട്ടിയെ വരെ ചൊറിയാൻ ഫിറോസിന് ധൈര്യമുണ്ട്. അതുപോലെ ചൊറിച്ചില്ല കാര്യത്തിൽ മിടുക്കനായോണ്ട് ഇങ്ങനെ ആ രീതിക്ക് അങ്ങ് റസൂൽ പൂക്കുട്ടിയെ ചൊറിഞ്ഞതും വിട്ടു. പക്ഷെ അതല്ലായിരുന്നു, ശരിക്കും വ്യക്തിപരമായിട്ടുള്ള പിണക്കമുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ അടിച്ചു മാറ്റിയതിന്റെ ഒരു പിണക്കം ഇല്ലാതിരിക്കില്ലല്ലോ. അതായിരുന്നു ഇത്രയും കാലം ഫിറോസ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ സജ്ജന പറഞ്ഞത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ, അതായത് ഇല്ലാക്കഥ പറഞ്ഞ, മൂന്നാമതൊരു വ്യക്തി വന്നതുകൊണ്ടല്ല ഞങ്ങൾ വേർപിരിഞ്ഞ, നിങ്ങൾ അത് ഇല്ലാക്കഥ പറയാൻ. പക്ഷെ കണക്കുകൾ യോജിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം ചെയ്യുന്നത്. ബിഗ് ബോസിൽ നിന്ന് രണ്ടുപേരും കൂടെ പോയിട്ട് തിരിച്ചു വന്ന് 2023 ഡിസംബറിൽ ഇവർ പിരിയുന്നു. ആ ഒരു സംഭവം വന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളാരും ഇവരെ ചിക്കി ചെയ്യാനൊന്നും പോയില്ല, പ്രേക്ഷകരും പോയില്ല, യൂട്യൂബേഴ്സും പോയില്ല. അതിനുശേഷം ഈ അടുത്ത് ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ വൈറലായി. ഏതാണ്ട് സ്മൈലി ചിഹ്നമൊക്കെ വെച്ച ഒരാളുടെ ഫോട്ടോ ഇട്ടു സജന ഇൻസ്റ്റയില്. അത് വൈറലായി. അതിനുശേഷം ആരും അധികം കാണാത്തൊരു ലൈവ് കടന്നു പോയിട്ടുണ്ട്. ആ ലൈവില് കണ്ടവരുണ്ട്. അതാണ് പ്രശ്നമായത്. എല്ലാരും സ്ക്രീൻ റെക്കോർഡ് എടുക്കാനോ ആരും കണ്ടൊന്നുമില്ല. ആ ലൈവില് സജന 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ആ ലൈവ് കേട്ടിട്ടില്ല. ആ പറഞ്ഞത് നീലക്കുയിലെടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടു. അതാണ് ഇന്നലെ സോഷ്യൽ മീഡിയ വൈറലായ സംഭവം. ആ സൈഡിൽ എല്ലാവരും കൊടുത്ത്, നിങ്ങൾ അറിഞ്ഞോ 4 വർഷമായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രണയത്തിലാണെന്ന്. അപ്പൊ ഈ 4 വർഷം എന്ന് പറയുമ്പോൾ 2023, ഇത് 2026. 2023 ശേഷമല്ല റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രണയമായിരിക്കുന്നത്. 2026 എത്തുമ്പോൾ 4 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇവർ പിരിയുന്ന 2023 2022 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇവർ തമ്മിൽ ഇതിനു മുന്നേ, അതായത് പിരിയുന്നതിന് മുന്നേ തന്നെ പ്രണയത്തിലായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? അവിഹിതം എന്ന് വിളിച്ചു പോയില്ലേ? കണക്കാണ് സജ്ജന തെറ്റിപ്പോയി. അവിടെയാണ് പ്രശ്നം. ഒരു കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് ഛർദ്ദിച്ചിടുമ്പോ, കുടുംബകാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയെ കൊണ്ടിട്ട് അങ്ങ് അലക്കുമ്പോ, മക്കളുണ്ട് എന്ന് ആദ്യം വിചാരിക്കേണ്ട ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. രേണു സുധി, സജ്ജന ഫിറോസ്, നിങ്ങളാണ് ആദ്യം ഓർക്കേണ്ടത്. അതെടുത്ത് ആരെങ്കിലും വിശദീകരിച്ച് അവരുടേതായ പോരാണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ CBI പോലെയുള്ള റിയാക്ഷൻ ചാനലുകാരുണ്ട്. അവരിതിന്റെ വേരുകൾ വരെ തേടി പോകുന്നവരുണ്ട്. ഞാനൊന്നും അങ്ങനെയൊന്നും മെനക്കെടാറില്ല. പക്ഷെ നല്ല സത്യസന്ധമായിട്ട്, ഇപ്പൊ നമ്മുടെ അനന്തുവിന്റെ കാര്യം തന്നെ പറയുകയാണെ, ചുമ്മാ ഇരുന്ന് അനന്തു വീഡിയോ ചെയ്യാറില്ല. അനന്തു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ് കൊണ്ട് സൈഡിൽ നിരത്തിയിട്ട് ഇരുന്ന് വിശദീകരിക്കും. ഞാൻ ചിലപ്പോൾ ഓർക്കും വല്ല CBIയിലും ജോലിക്ക് പോകണ്ട. അത്രമാത്രം തെളിവുകളും കണക്കുകളും പല നമ്മുടെ ദിയാകൃഷ്ണയൊക്കെ കയറി ഉടയ്ക്കേണ്ട ഒരു കാര്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ കണക്കുകളൊക്കെ ബോധിപ്പിച്ചാണ്. അതേപോലെ കണക്കുൾപ്പെടെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല, ചുമ്മാ റിയാക്ഷൻ നടത്തുന്നവരല്ല ഇവിടെ. പക്ഷെ എന്നിട്ടും ഇവിടെ ഫിറോസ് നിരന്തരം റസൂൽ പൂക്കുട്ടിയെ പറ്റി വീഡിയോ ചെയ്തിട്ട് ആർക്കും ഈ ഒരു ബുദ്ധി തോന്നിയില്ല. അതായത് ഇത് ഇവരുടെ ജീവിതത്തിൽ റസൂൽ പൂക്കുട്ടിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും എന്ന് ആരും കരുതില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. ഓസ്കാർ മേടിച്ച ഒരാളാണ്.
അയാളെയൊക്കെ ജനം അയാളുടെ ഭാര്യ മക്കളും ഒക്കെ ഉള്ള വ്യക്തി. അപ്പൊ അയാളെ ജനം അങ്ങനെ ഒരിക്കൽ പോലും ഓർക്കില്ല. പക്ഷെ കുറെ നാളായിട്ട് ഫിറോസ് ഇതിന്റെ പുറകെയാണ്. അപ്പൊ ഫിറോസ് പറയുന്നൊന്ന് കേൾക്കാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇതിനകത്ത് ലാസ്റ്റ് ഫിറോസ് പറഞ്ഞു വെക്കുന്നത് കർമ്മ 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 എന്നാ പറയുന്നത്. അതെന്താ പറയുന്നത് ചോദിച്ചാൽ, റസൂൽ പൂക്കുട്ടിക്കും സജ്ജനയ്ക്കും കിട്ടിയ കർമ്മയാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ പുറമേ പറയുന്ന അല്ലാതെ ഇവരുടെ ഉള്ളിൽ ഒത്തിരി വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, വേറെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ അറിയാവുന്ന യൂട്യൂബേഴ്സ് വരെ ഇവിടെ ഉണ്ട്. അവരാരും അത്ര ഇവരുടെ പ്രൈവസി ആയ കാര്യമൊന്നും പുറത്തെടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുമില്ല. ഇതിനുള്ളിൽ വേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് വെച്ചാണ് ഫിറോസ് പറയുന്ന കർമ്മ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടെന്ന്, അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. പക്ഷേ എങ്കില് ഞാൻ പറയുന്ന കർമ്മ, എനിക്ക് തോന്നിയെടുത്തോളം കർമ്മ എന്താന്ന് ഫിറോസ് മനസ്സിലാക്കുന്ന എങ്ങനെയാ വെച്ചാൽ, ഫിറോസിന്റെ ആ വളരെ ഫേമസ് ആ പ്രോഗ്രാം കണ്ട് അന്ന് ഫിറോസിനെ എല്ലാവരും, പൊളിഫിറോസിനെ എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു കാലത്ത് ഒരു പെൺകുട്ടി, തൃശ്ശൂരുകാരിയാന്ന് തോന്നുന്നു, പെൺകുട്ടി ഈ ഫിറോസിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം ആ പെൺകുട്ടി പ്രസവിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ഇടിച്ചു കയറിയ ആളാണ് ഈ സജന. ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞ് വരുമ്പം ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് സജന കയറിയിരിപ്പുണ്ട്. സജനയാണെങ്കിലോ മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയായതിനു ശേഷം അയാളെയും കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. ഈ സജന ഫിറോസിനും ഈ രേണു സുധിക്കുമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർക്കൊക്കെ സെലിബ്രിറ്റി ആവണമെന്നുള്ള അതിയായ മോഹമുള്ളവരെ. സജനയാണേലും ഫിറോസിന്റെ കൂടെ കൂടിയതിന്റെ പിന്നിൽ ഇത് തന്നെയാണ്, സെലിബ്രിറ്റി ആകുക, അഭിനേത്രി ആകുക എന്നുള്ളത്. രേണു സുധിയാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കൊല്ലസുധിക്ക് പ്രൊപ്പോസ് ചെയ്ത എല്ലാ പെൺകുട്ടികളും ഞങ്ങൾക്ക് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് സുധിയേട്ടൻ എന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തത്. അവരൊക്കെ പൊട്ടികളാണ്, ബുദ്ധിയില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. രേണു സുധി പറഞ്ഞു, എനിക്ക് അങ്ങനെ ആകെ വേണ്ട, എനിക്ക് കൊല്ലസുധി ചേട്ടന്റെ ഭാര്യയായ മാത്രം മതി എന്ന് പറഞ്ഞു. കൊല്ലസുധി നേരെ കമന്നടിച്ചതി വീണു, രേണു സുധിയെ കല്യാണം കഴിക്കുന്നു. രേണു വന്ന ആ സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് അഭിനേത്രിയാണ്. അതായത് ടിക്ടോക്കിൽ അങ്ങോട്ട് വീഡിയോ ഇടിയിലാണ് രേണു കൊല്ലസുധി അങ്ങനെ കൂട്ടുപിടിച്ചത്. പുള്ളിക്കാരി ഒരു ചവിട്ടുപടിയാണ് ആക്കാൻ നോക്കിയത്, പക്ഷെ ആ ചവിട്ടുപടി ഇടയ്ക്ക് വെച്ച് ഒടിഞ്ഞുപോയി, പിന്നെ മാർഗമില്ല. പക്ഷെ അതിബുദ്ധിമതി, നല്ല സാമർഥ്യമുള്ള കുട്ടി ആയതുകൊണ്ട് അതൊരു ചവിട്ടുപടിയായി ഇപ്പൊ കയറി പോവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം അതാണ്. അത് തന്നെയാണ് ഇവിടെ സജനയ്ക്കും ഈ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു ഫിറോസ്. ഈ ഫീൽഡിൽ വന്നു, ശരിക്കും ബിഗ് ബോസ് ഫിറോസ് തന്നെയാ പോരുന്ന, ഒരുപക്ഷെ കപ്പടിച്ചു വന്നേരെ. ഏതായാലും മോശമായില്ല സജനയൊന്നും, മോശമായെന്ന് ഞാൻ പറയല. എന്താണേലും ഇതിനെക്കാട്ടും നല്ല ചവിട്ടുപടി ഉയർന്ന പുളിങ്ങമ്പ് കണ്ടപ്പോ സജനെ അങ്ങോട്ട് ചാടി. അപ്പൊ ഇവിടെ കർമ്മ ഇപ്പൊ ആർക്കാണ് അനുഭവമായത്? കർമ്മ അനുഭവമായത് ശരിക്കും പറഞ്ഞാൽ ഫിറോസിനാണ്. ആദ്യം ഒരു പാവം പെൺകുട്ടി, ഇവരെയൊക്കെ പോലെ വലിയ ചിന്താഗതിയൊന്നും ഇല്ലാതെ ഒരു കുടുംബിനിയായിട്ട് കഴിയാൻ വന്നേ ആ പെണ്ണിനെ കളഞ്ഞേച്ച് ഈ പെണ്ണിന്റെ പുറകെ പോയപ്പം ശരിക്കും ആ ഒരു കൊച്ചുണ്ട്, അവരുടെ കൂടെയാണ് ആ കൊച്ചു, ഫിറോസിനെ വെച്ച്. അവരൊന്നിനും വരുന്നുമില്ല, അവരിങ്ങനെ നല്ല രണ്ടാമത് കല്യാണം കഴിച്ച് അവർ നല്ല കുടുംബജീവിതം ജീവിച്ച് പോകുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. എനിക്കറിയില്ല, ഓരോ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് വെച്ച് ഞാനും പറയുന്നതാണ്.
അങ്ങനെ അവർ സുഖമായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ആ ഒരു പെണ്ണിന്റെ കണ്ണീരല്ലേ ഫിറോസ് ഇപ്പം അനുഭവിക്കുന്നത്. ഫിറോസ് ഒരിക്കലും ആ പെൺകുട്ടിയെ നിഷ്കരണം ഉപേക്ഷിച്ച് കളഞ്ഞ പോലെ തന്നെ ഫിറോസിനെ മറ്റൊരാളെ കിട്ടിയപ്പോൾ നിഷ്കരണം ഉപേക്ഷിച്ച് കളഞ്ഞു സജനയ്ക്ക് ഇപ്പോൾ ആകെയുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഈ സത്യങ്ങളെല്ലാം വന്ന് സോഷ്യൽ മീഡിയ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന റസൂൽ പൂക്കുട്ടിയുടെ വലിയ മല പോലത്തെ ഇമേജ് താഴോട്ട് വീഴുമ്പം അയാൾ വെറുതെ ഇരിക്കുകയല്ല. അത് വേറൊരു കാര്യം, പ്രഷർ ഉണ്ടാവും. നിങ്ങളുടെ ഈ കളിയിൽ എന്നെ എടുത്തിട്ടല്ലോ എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും. അപ്പൊ പിന്നെ സജനയ്ക്ക് വന്ന് എന്തേലും പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ പിന്നെ സജന പറയുന്നു, അയ്യോ എന്റെ മക്കള് വളർന്നു വരുമ്പോ ഇത് കേൾക്കും, നിങ്ങൾ ഞങ്ങളെ എന്ത് വേണേലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് സജന കാർക്കുന്നുണ്ട്. മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസുകാടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എന്റെയും ഫിറോസുക്കാരുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസുക്കാർക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. സജ്ജന ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അതല്ല, ഫിറോസാണ് വന്ന് പറയുന്നത്. ഇത് മുഴുവൻ പറയുന്നത് ഫിറോസാണ്. അത് പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നില്ലവാ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. ഫിറോസ് പറയുന്നത് സജ്ജന പറയുന്നിടത്ത് വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ അറിയാവുന്ന, ഇവരെ ഫോൺ ചെയ്ത് അറിയാവുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടും അവരാരും ഒന്നും പുറത്ത് വിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല. അവരും വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയ ഇവർ പറയുന്നത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അല്ല സ്വകാര്യമായിട്ട് പറയുന്നൊന്നും അവർ വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞ കാര്യമാണ്. ഫിറോസ് ഇരുന്ന് കുറെ നാളായിട്ട് പറയുന്നുണ്ട് റസൂൽ പൂക്കുട്ടിക്കെതിരെ. അതേ ആൾക്കാരെടുത്ത് വീഡിയോ ചെയ്യുന്നുള്ളൂ. പുള്ളിക്കാരത്തേക്ക് സത്യം പറഞ്ഞാൽ തന്നെയും പിന്നെയും പറഞ്ഞാൽ തന്നെ സജന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അപ്പുറത്തിരിക്കുന്ന റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കണം. പക്ഷെ ഇനിയിപ്പോ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഇന്നലെ ആരോ കമന്റ് ഇട്ട പോലെ രഞ്ജിത്തിരിക്കുന്ന കസേരയിലാണ് ഇപ്പൊ റസൂൽ പൂക്കുട്ടി ഇരിക്കുന്നുള്ള തഴമ്പുണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് ഇനിയിപ്പോ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഫിറോസിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി വുമണൈസർ, സ്ത്രീവിഷയക്കാരനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അല്ല നമ്മൾ ഈ ആരാധിക്കുന്ന ബിംബങ്ങൾ ഒന്നും അല്ല, അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സജനയ്ക്ക് പണി കിട്ടിയിട്ടുണ്ടാവാം. അതായത് അവർക്കൊരു വെള്ളം കണ്ട ചെളി കണ്ട ചവിട്ടുക, വെള്ളം കണ്ട കഴുകുക, അത്രയുള്ളായിരിക്കും. അപ്പൊ പിന്നെ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയിലെത്തും. അത് കുട്ടികൾ വലുതായി വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. ഇതൊക്കെ ആയിരിക്കും അപ്പൊ സജനയുടെ വിഷയം. അതിന് യൂട്യൂബേഴ്സിനെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അന്വേഷിച്ച് പോകാൻ മിടുക്കന്മാരാണ് ഇവിടെയുള്ള റിയാക്ഷൻ ചാനലുകാർ. ടൈമുള്ളവരൊക്കെ ഇനി അതിന്റെ പുറകെയൊക്കെ പോവായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.